വലിയ വില കൊടുക്കേണ്ടി വരും. ആ പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടാവുമെന്ന് പിന്നെ ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് മാന്യമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരെ മര്യാദ ഇല്ലാതെയാണ് മാഫിയ പോലീസ് കൈകാര്യം ചെയ്തത്. ഇതാണ് പാലക്കാട് ഹൈവേ ഉപരോധിക്കാണ്. പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്, പരിധിവിട്ട പ്രതിഷേധത്തിലാണ്. ഞങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും. പക്ഷെ പോലീസ് നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ഈ സമരം ഇവിടെ നിൽക്കില്ല. ഇത് ആളിക്കത്തും, കാട്ടുതീയായി ഈ സമരം കത്തിപ്പടരും. ഇത് പോലീസിലെയും രാഷ്ട്രീയത്തിലെയും അധോലോക സംഘങ്ങൾക്കെതിരെയുള്ള വലിയ സമരം. പോലീസ് അകാരണമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരായുധരായ ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി തല്ലിച്ചതയ്ക്കുക. തീർച്ചയായും അങ്ങനെയാണ്. ഇപ്പോൾ മലപ്പുറം പാലക്കാട് ഹൈവേയിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സിയാ പർവതി പൂർണ്ണമായ വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള പ്രദേശം. നേരത്തെ DCC അധ്യക്ഷനായ BS Joy ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അകാരണമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിഷേധിച്ചിരുന്ന പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർഗം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. സുജിത് ദാസിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. സ്ഥലം മാറ്റിയെങ്കിലും ഒരു സസ്പെൻഷൻ പോലെയുള്ള നടപടികളിലേക്ക് പോലും സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയൊരു പ്രതിഷേധം തന്നെ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി മാറി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ ഉയർന്നു വന്ന SP സുജിത് ദാസിനെതിരായ അഴിമതി ആരോപണങ്ങൾ ആ നിലയിൽ തന്നെ പരിശോധിക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ പോലീസ് അകാരണമായി ക്രൂരമായി മർദ്ദിച്ചു, തല്ലിച്ചതച്ചു എന്ന് DCC അധ്യക്ഷൻ തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ചത്. ആ നിലയിൽ ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ പോലീസ് മർദ്ദിച്ചു, വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. സമാനമായ രീതിയിൽ ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ തന്നെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും സമ്മതിക്കില്ല. വളരെ സമാധാനത്തോടു കൂടിയാണ് ഈ സമരം നടത്തിയിരുന്നത് എന്നുള്ളതാണ് DCC അധ്യക്ഷൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പോലീസ് അകാരണമായി കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം തകർക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും സമ്മതിക്കാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിക്കാതിരുന്ന അല്ലെങ്കിൽ പ്രതിഷേധത്തിലൊന്നും പറയാതിരുന്ന ഈ രീതിയിലുള്ള റോഡ് ഉപരോധത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മറ്റു കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പാലക്കാട് മലപ്പുറം റോഡിൽ എത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഏറെ ദിനം പ്രതി 100-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഗതാഗത മേഖല കൂടിയാണിത്. മലപ്പുറം പാലക്കാട് ഹൈവേ ആണ്. അവിടെയാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. എന്തായാലും SP ഓഫീസിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ളത് കാരണം എന്നുള്ളതാണ് പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രകോപനമൊന്നും തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നേതാക്കളും പറയുന്നു. അകാരണമായി മർദ്ദിച്ചു, ക്രൂരമായി മർദ്ദിച്ചു, തല്ലിച്ചതച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. 100-ലധികം പ്രവർത്തകരുണ്ട്. വിശേഷിച്ചും ഇത്തരത്തിലുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ADGP അജിത് കുമാർ ആണെങ്കിലും മലപ്പുറത്തെ മുൻ SP ആയ സുജിത് ദാസ് ആണെങ്കിലും അവരെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, താനൂർ കസ്റ്റഡി കൊലപാതകം ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിലും സുജിത് ദാസിനെതിരെ സമാനമായ ഒരു പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. രൂക്ഷമായ വിമർശനങ്ങൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് ഇത്രത്തോളം സംഘർഷഭരിതമാകുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വിശേഷിച്ച് PV അൻവർ MLA പുറത്തുവിട്ട പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, സുജിത് ദാസിനെതിരായ വെളിപ്പെടുത്തലുകൾ, ശബ്ദരേഖകളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. അതാ ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റോഡ് ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ്. പോലീസ് ബസ് ഇതിന് തൊട്ട് പുറകിലായിട്ടുണ്ട്. പക്ഷേ ആ ഒരു വാഹനത്തിലേക്ക് കയറ്റി കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടോ ഇപ്പോൾ മുബഷീർ? കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അകാരണമായി പോലീസ് തങ്ങളുടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ചു, അവരെയൊക്കെ തന്നെ ക്രൂരമായി തല്ലിച്ചതച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രകോപനമൊന്നും തന്നെ ഇല്ലാതെയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധം ശ്രമിച്ചതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. DCC അധ്യക്ഷൻ BS Joy ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിനുള്ളിലേക്ക്, പോലീസ് ബസ്സിനുള്ളിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവർത്തകരൊന്നും തന്നെ അതിന് തയ്യാറാകുന്നില്ല. ഒരു തരത്തിലും സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മുഴുവൻ പ്രവർത്തകരെ, റോഡ് ഉപരോധത്തിൽ ഏർപ്പെട്ടിരുന്ന മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് വാഹനത്തിനുള്ളിൽ കയറിയും പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പോലീസുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. പ്രതിഷേധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ അവിടെ വഴിയിൽ കിടക്കുകയാണ്. പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
സുജയ ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? മുബഷിർ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകർ അവിടെ വഴിയിൽ കിടക്കുന്നതൊക്കെ. അവരെയൊക്കെ ബലം പ്രയോഗിച്ചെടുത്ത് വാഹനത്തിൽ കയറ്റുകയാണോ? തീർച്ചയായും റോഡ് ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. റോഡിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസുമായി ഒരു തരത്തിലുള്ള സഹകരണം അവർ നടത്തുന്നില്ല എന്നുള്ളത്. DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുദൂർ അടക്കമുള്ളവർ ഇപ്പോഴും റോഡിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് അകാരണമായി മർദ്ദിച്ചു. അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു പോലീസ് ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കാരണം കൃത്യമായും അറിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഇത്. ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള നീക്കം എന്നാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുറേ പേർ